ഹായ് മക്കളെ, NMMS പരീക്ഷയ്ക്ക് നമ്മൾ ബയോളജിയിൽ നിന്നും നിർബന്ധമായിട്ട് പഠിക്കേണ്ട എല്ലാ വർഷവും ചോദ്യം വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് പറഞ്ഞു തരട്ടെ. ആ ടോപ്പിക്കാണ് സയൻറ്റിഫിക് നെയിം അഥവാ ശാസ്ത്രീയ നാമം. അതായത് നമ്മൾ ഭൂലോകത്തുള്ള എല്ലാ ജീവികൾക്കും ഒരു പേര് കൊടുക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കർമൂസ അല്ലെങ്കിൽ പപ്പായ, ഓമക്ക, കപ്ലങ്ങ, ഈ ഒരു സാധനത്തിന് ഒരുപാട് പേര് നമ്മളെ ഇട്ടാവട്ടത്ത് നമ്മളെ ഈ നാട്ടിൽ തന്നെ പല ജാതി പേരുകളാണ് അല്ലേ. ചിലരതിനെ പപ്പായ എന്ന് വിളിക്കും, ചിലർ കർമൂസ എന്ന് വിളിക്കും, ചിലരതിനോ എന്തോ ഓമക്കാന്നോ കപ്ലങ്ങ എന്താ വെച്ച് വിളിക്കും. പക്ഷെ നമ്മൾ യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ ഭൂലോകത്ത് എല്ലായിടത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പേര് വേണം. അണ്ടേ എന്നാലല്ലേ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും പരീക്ഷ നടത്താനും ലോകത്തിന് മൊത്തം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തു, ആ ഒരു ജീവിക്ക് ഭൂലോകത്ത് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പേര് കൊണ്ടുവന്നു. ഇതാണ് അതിൻ്റെ എന്തെന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ, ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാൽ. മക്കളെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്തു നിന്ന് സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു മാർക്കോ ചില വർഷങ്ങളിൽ 2 മാർക്കിന് വരെ ഈ ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യം വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് സയൻറ്റിഫിക് നെയിം കൊണ്ടുവന്നത് ആരാണ്, ഇതിനെപ്പറ്റി ഒന്നുകൊണ്ട് ചെറിയ പോയിന്റുകൾ ആദ്യം അറിയണം. അത് കഴിഞ്ഞിട്ട് സാധാരണ ചോദിച്ച് വരാറുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ചില ആളുകളുടെ സയൻറ്റിഫിക് നെയിം കൂടി പഠിച്ചാൽ സെറ്റ്. റെഡി അല്ലേടാ മക്കളെ? നോക്കിക്കേ, ആദ്യം നമുക്ക് പഠിക്കാനുള്ള എന്താണ്, ഹൂ ഇൻട്രഡ്യൂസ്ഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചതാര്? അപ്പോൾ ആദ്യം നമുക്ക് ഡൗട്ട് ഉണ്ടാവുക, എന്താ മാഷെ ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ്വിനാമ പദ്ധതി, വെറും നാമ പദ്ധതി എന്ന് പോരെ, ഈ ദ്വി എന്ന് വരാനുള്ള കാരണം എന്താണെന്ന് ചോദ്യം ഉണ്ടായിരിക്കും കേട്ടോ. അതിനുത്തരം ഞാൻ പറഞ്ഞുതരും. ആദ്യം നമുക്ക് നോക്കാനുള്ള എന്താണ്, പേര് കൊടുക്കുന്ന പരിപാടി ആദ്യം കൊണ്ടുവന്നത് ആരാ? അതിന് ഉത്തരം എന്താ മക്കളെ? കാൾ ലിനേയസ്. ആരെ കൊണ്ടുവന്നത്? കാൾ ലിനേയസ് ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ഒരു ജീവിക്ക് ശാസ്ത്രീയമായിട്ട് പേര് കൊടുക്കുന്ന പരിപാടി കൊണ്ടുവന്നത് ആരാ? ബൈനോമിയൽ നോമൻ കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട കാൾ ലിനേയസ്. നമ്മൾ തന്നെ സാധാരണ നമ്മൾ കുട്ടികൾക്ക് പേരിടുമ്പോൾ അല്ലേ, അച്ഛൻ്റെ പേരിൻ്റെ അവസാനത്തെ 2 അക്ഷരം, അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരം, ഇങ്ങനെയൊക്കെ കൂട്ടിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പേരിടില്ലേ. ഇതേപോലെയാണ് നമ്മൾ ആർക്ക് പേരിടുക, സയൻറ്റിഫിക് നെയിമിൽ ഒരു ജീവിക്ക് പേര് കൊടുക്കുക. അതായത് ആ ജീവിയുടെ ജീനസിൻ്റെ പേരും അതേപോലത്തെ സ്പീഷീസിൻ്റെ പേരും, ഇത് രണ്ടും കൂട്ടിയതാണ് എന്തെന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ, അഥവാ ഒരു ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാൽ ആ ജീവിയുടെ ജീനസിൻ്റെ നാമവും സ്പീഷീസ് നാമവും കൂട്ടിച്ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്ത്, ശാസ്ത്രീയ നാമം. ഉദാഹരണം ഞാൻ വെറുതെ പറയുകയാണെങ്കിൽ, നമ്മൾ ഹോമോസാപ്പിയൻസ് എന്ന മനുഷ്യന്മാരെ വിളിക്കാറുള്ളത്. അതിൽ ഹോമോ എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ ജീനസിൻ്റെ പേരും സാപ്പിയൻസ് പറഞ്ഞ മനുഷ്യന്മാരുടെ സ്പീഷീസിൻ്റെ പേരും. അപ്പോൾ നമ്മൾ സയൻറ്റിഫിക് നെയിം എങ്ങനെ കൊടുക്കുക, ഹോമോസാപ്പിയൻസ്. സിമ്പിളാണല്ലോ. നമുക്ക് നോക്കാനുള്ളത് കുറച്ച് ജീവികളുടെ സയൻറ്റിഫിക് നെയിമാണ്, ശാസ്ത്രീയ നാമമാണ്. ആദ്യം ഞങ്ങോട്ട് പറയാനുള്ളത്, ഒരിക്കലും ശാസ്ത്രീയ നാമം കാണാതെ പഠിച്ചരുത്, കഴിയൂല, തെറ്റിപ്പോകും. നമ്മളെന്ത് ചെയ്യുന്നു, ചില കോഡുകൾ ഉണ്ടാക്കി വെക്കും. നമുക്ക് 4 ഓപ്ഷൻ ഉണ്ടാവും. ആ 4 ഓപ്ഷനിൽ നിന്നും ഉത്തരം കണ്ടെത്തിയാൽ മതി. അപ്പോൾ സാധാരണ സ്കൂളത്തെ പരീക്ഷ എഴുതുന്ന പോലെ കാണാതെ പഠിച്ച് എഴുതേണ്ട ആവശ്യം ഇവിടെ ഇല്ല. NMMS നേടാനുള്ള ഏറ്റവും വലിയ ട്രിക്ക് കാണാതെ പഠിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം കാണാതെ പഠിച്ച് എന്തായാലും എന്ത് ചെയ്യും, തെറ്റിപ്പോകും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. 4 ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, നമുക്ക് അതിൽ നിന്ന് കണ്ടെത്തിയാൽ പോരെ. ഞാൻ പറഞ്ഞുതരാം, ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ട്രിക്ക് ഉപയോഗിച്ച് ഓരോന്നിനും പഠിക്കാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ള എന്താണ്, ആനയാണ്. ആനയൊക്കെ നമ്മൾ ഇംഗ്ലീഷ് വിളിക്കുന്ന പേരെന്താ, എലിഫൻറ്റ്, ആന. നമുക്ക് എലിഫൻറ്റിൻ്റെ ശാസ്ത്രീയ നാമം കാണാതെ പഠിക്കരുത്, കണ്ടാ തിരിയണം. എന്താണെന്നറിയോ, ശാസ്ത്രീയം നോക്കട്ടെ, എലിഫസ് മാക്സിമസ് എന്നാണ് നമ്മുടെ ആനയുടെ ശാസ്ത്രീയ നാമം അഥവാ സയൻറ്റിഫിക് നെയിം. എലിഫൻറ്റിൻ്റെ എലിഫസ് എന്ന് കണ്ടോ. അപ്പോൾ എലിഫസ് എന്ന് കണ്ടപ്പോൾ ഉറപ്പിച്ചു അത് ആരുതാണ്, എലിഫൻറ്റിന്. പരീക്ഷ ചോദിക്കും എലിഫൻറ്റിൻ്റെ അഥവാ ആനയുടെ ശാസ്ത്രീയ നാമം എന്ത്. നമ്മൾ ചിന്തിക്കണം, ആനയുടെ ഇംഗ്ലീഷിലെ പേര് എലിഫൻ്റ് ആണ്. അപ്പോൾ എലിഫസ് മാക്സിമസ് കണ്ടു, ഉറപ്പിച്ചു ഇല്ലേ. റെഡിയാ? മാക്സിമം നല്ല വലുപ്പം ഉണ്ടാവും അല്ലേ, മാക്സിമം വലുപ്പം ഉണ്ടാകും. എലിഫസ് മാക്സിമസ് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പഠിച്ചുകൂടാ. നോക്കിക്കേ, അടുത്ത് നമ്മളത്തെ മനുഷ്യന്മാർ നല്ല ഹാപ്പിയാണ് അല്ലേ. മനുഷ്യന്മാരെന്താണ്, നല്ല ഹാപ്പിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചിന്തിക്കാം, ഹാപ്പിയൻസ്, സാപ്പിയൻസ് അല്ലേ. 2 കുട്ടികൾ നല്ല ഉഷാറായിട്ട് ചിരിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കണം. കാണാതെ പഠിക്കരുത്. മനുഷ്യന്മാർ സ്വാഭാവികം നമ്മൾ അറിയാതെ കാണാതെ പഠിച്ചു പോകും. നമ്മളെ പേര് തന്നെയല്ലേ, എന്താ, ഹോമോ സാപ്പിയൻസ്. റെഡിയാണല്ലോ? ഹാപ്പി ആയ ആൾക്കാരും ചിന്തിച്ചാൽ മതി കേട്ടോ, സാപ്പിയൻസ്, ഹാപ്പിയൻസ്. റെഡിയാണല്ലോ? റെഡി. അടുത്ത് നോക്കിക്കേ, വളരെ സിമ്പിൾ. ഇത് നമ്മുടെ
ബഹുമാനപ്പെട്ട മയിലാണ് അല്ലേ. മയിൽ നമ്മൾ പീക്കോക്ക് എന്ന് വിളിക്കും. മയിലിൻ്റെ ശാസ്ത്രീയനാമം നോക്കിക്കട്ടോ, നല്ല രസമാണ്. പാവോ ക്രിസ്റ്റാറ്റസ്. മാഷി ഇവിടെ എന്താ കോഡ്? നിങ്ങൾ മയിലിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ആ ശബ്ദത്തിൽ നിന്നുമാണ് പേര് കൊടുത്തത്. പാവോ. മയിൽ കരയുമ്പോൾ പാവോ പാവോ എന്ന് പറഞ്ഞിട്ട് കരയാം. എനിക്ക് സൗണ്ട് ഇല്ലാത്ത പ്രശ്നമാക്കണ്ട. പാവോ പാവോ എന്ന് പറഞ്ഞിട്ട് ആരെ കരയാറുള്ളത്? നമ്മൾ പൂച്ച മ്യാവും മ്യാവും എന്ന് പറഞ്ഞ കരയൂലേ, അതുപോലെ നമ്മുടെ മയിൽ കരയുമ്പോൾ എന്താ ചെയ്യാറുള്ളത്? പാവോ പാവോ എന്ന് പറയും. അങ്ങനെയാണ് ഇതിന് എന്ത് പേര് വന്നത്? പാവോ ക്രിസ്റ്റാറ്റസ്. ദ ക്രൈ ക്രൈ കരയുക. പാവോ ക്രിസ്റ്റാറ്റസ്. പാവോ ക്രിസ്റ്റാറ്റസ്. ആർക്ക് പേര് വന്നത്? മയിലിന് പേര് വന്നത്. ഇങ്ങനെ ഓർത്ത് വെക്കട, കാണാതെ പഠിക്കല്ലേ, ഒരിക്കലും പഠിക്കരുത്. കാരണം 4 ഓപ്ഷൻ ഉണ്ടാവും. ആദ്യം നമുക്ക് നോക്കി എടുത്താൽ മതി. റെഡി. അടുത്തതാരാ? തൊട്ടാവാടി ചെടി. തൊട്ടാവാടിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അതിന് പിടിച്ചാനേ പറ്റൂല. പിടിച്ചാ പ്രശ്നം, അത് ഒടിഞ്ഞു പോകില്ലേ, മടങ്ങിപ്പോവും. ഇതാ പിടിച്ചാ മടങ്ങും. അതുകൊണ്ട് ഇതിന്റെ സയന്റിഫിക് നെയിം ഓർത്ത് വെക്കുന്നു. ഇതാ പിടിക്കാൻ പറ്റാത്തവർ, മൈമോസ പുടിക്ക. വളരെ സിമ്പിൾ അല്ലേ? മൈമോസ പുടിക്കാന്ന് ഓർത്ത് വെക്കും. എന്ന് വെച്ചാൽ എന്താ? പിടിക്കാൻ പറ്റാത്തവർ. അങ്ങനെ ഓർത്ത് വെച്ചോടാ. പിടിച്ചാൽ എന്ത് ചെയ്യും? അത് മടങ്ങിപ്പോകും, വാടിപ്പോകും. അപ്പൊ മൈമോസ പുടിക്ക നമ്മൾ എന്ത് ചെയ്യുന്നു? ഓർത്ത് വെക്കുന്നു. റെഡി. എന്നാലോ അടുത്ത നോക്കിക്കേ, ബഹുമാനപ്പെട്ട പശുവാണ്. പശു ബോസ് അല്ലെ. പശു ബോസ്. ബോസ് ടോറസ് എന്നാണ് ഇതിന്റെ എന്ത് വരുന്നത്? സയന്റിഫിക് നെയിം. നമുക്കാണെങ്കിൽ ടോറസിന്റെ വലിയ ലോറിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മൈൻഡിൽ കൊണ്ടുവരാം അല്ലെ. കുറെ ഒരു ലോറിയിൽ ഒരുപാട് എന്ത് ചെയ്യുന്നു? പശുക്കളെ കൊണ്ടുവന്നു. ടോറസിന്റെ ലോറി. ബോസ് ടോറസ്. ഓക്കെ, ബോസ് ടോറസ്. റെഡി. അടുത്ത എന്താ നോക്കിക്കേ, ഇത് നമ്മുടെ കണിക്കൊന്ന ചെടിയാണ്. കണിക്കൊന്ന ചെടിയുടെ ഇംഗ്ലീഷ് എന്താ വിളിക്കാറില്ല നമ്മൾ? ഗോൾഡൻ ഷവർ പ്ലാന്റ്. നിങ്ങൾ കണിക്കൊന്ന ചെടിയെ സാധാരണ ഒരു ഫെസ്റ്റിവലിനാണ് കാണാറുള്ളത്. ഏത് ഫെസ്റ്റിവലാണ്? വിഷു ഫെസ്റ്റിവലിന്. വിഷു ഫെസ്റ്റിവൽ നമ്മൾ ഈ കണിക്കൊന്നയെ ക്യാഷ് കൊടുത്ത് വാങ്ങും. പോയിന്റ് കിട്ടോ? വിഷു ഫെസ്റ്റിവലിന് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന ആളാണ് ആര്? കണിക്കൊന്ന. ഗോൾഡൻ ഷവർ എന്ന് ഇംഗ്ലീഷ് വിളിക്കുക. കിട്ടി. ക്യാഷ് കൊടുത്ത് ഫെസ്റ്റിവലിന് വാങ്ങുന്ന ആള് ക്യാഷിയ ഫിസ്റ്റുല. ഫിസ്റ്റുല ഫെസ്റ്റിവലാ. ക്യാഷിയ ക്യാഷ. അപ്പൊ ക്യാഷ് കൊടുത്ത് നമ്മൾ വിഷു ഫെസ്റ്റിവലിന് വാങ്ങുന്നു. ക്യാഷിയ ഫിസ്റ്റുല. ഓർത്ത് വെച്ചൂലേ? ഇങ്ങനെ ഒരു ഓപ്ഷൻ എവിടെ കൊണ്ടോ ഒളിപ്പിച്ചു വെച്ചാലും ആ 4 നമുക്ക് തപ്പിയെടുത്തൂടെ? കണിക്കൊന്നയുടെ അഥവാ ഗോൾഡൻ ഷവർ എന്ന് പറഞ്ഞാൽ അത് കണിക്കൊന്ന ആണ് എന്നുള്ളൊരു ബോധം ആദ്യമാണ് കേട്ടോ. നല്ല സാധനം കിട്ടുള്ളേ. അപ്പൊ കണിക്കൊന്നയുടെ സയന്റിഫിക് നെയിം, ശാസ്ത്രീയ നാമം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. എന്താ എന്താ എന്താ? ക്യാഷിയ ഫിസ്റ്റുല. മനസ്സപ്പം വരും. ഫെസ്റ്റിവൽ, വിഷു ഫെസ്റ്റിവലിന് ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതാ. അപ്പൊ ക്യാഷിയ ഫിസ്റ്റുല. ഓക്കെ. അടുത്തത് നോക്കിക്കടാ, നമ്മുടെ നായയാണ്. ഡോഗ്. നമുക്കറിയാം നായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലൊക്കെ സാധാരണ വളർത്തുന്ന ഒരു ജീവിയാണ് നായ എന്ന് പറഞ്ഞാൽ അല്ലേ. ഫാമിലീസിൻ്റെയൊക്കെ നല്ല സൗഹൃദം കീപ്പ് ചെയ്യുന്ന നല്ല ബന്ധത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ നായകൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് ഓർത്ത് വെക്കണം, നല്ല ഫാമിലി മാനാണ് നായ. ഫാമിലിയിൽ ഉള്ള ആളാണ് അല്ലേ. നമ്മുടെ സ്വന്തം ഫാമിലി പോലെയാണ് സാധാരണ ആൾക്കാർ നായകളെ കാണാറുള്ളത്, വീട്ടിൽ വളർത്തുന്ന നായകളൊക്കെ അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് വിളിക്കും? കാനിസ് ഫാമിലിയാരിസ്. എന്താ വിളിക്കുക? കാനിസ് ഫാമിലിയാരിസ്. അപ്പോൾ ഫാമിലി എന്ന് ഓർത്താൽ മതി. നായ എവിടെ കാണുന്നതാ? ഫാമിലിയിൽ കാണുന്നതാ. അപ്പം എന്ത് ഓർക്കുന്നു? കാനിസ് ഫാമിലിയാരിസ്. സിമ്പിൾ സിമ്പിൾ ലിറ്റിൽ സ്റ്റാർ അല്ലേ. അടുത്ത് പിടിച്ചോ. അതെന്താ? അല്ലാ, തെങ്ങ്. തെങ്ങിന് ഇംഗ്ലീഷ് നമ്മൾ കോക്കനട്ട് എന്ന് വിളിക്കും. എന്ത് നെട്ട് എന്ന് വിളിക്കും? കോക്കനട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഓപ്ഷൻ ഒന്ന് കണ്ടെത്തണം. വളരെ സിമ്പിൾ. ഇതിന് മുന്നിൽ ആദ്യം എന്തുണ്ടാവും? കൊക്കോ എന്നുണ്ടാവും. ഇതാ കൊക്കോസ് ന്യൂസിഫറ ആണ് ആരുടെ സയന്റിഫിക് നെയിം? തേങ്ങ. പിന്നെ തെങ്ങ്. തേങ്ങയല്ല, തെങ്ങ്. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താ? കൊക്കോസ് ന്യൂസിഫറ. എന്താ 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 എന്താ? കൊക്കോസ്. സിമ്പിൾ അല്ലടാ. ഇവിടെ കോക്കനട്ടിന്റെ കോക്കോ. ഇതാ ഉത്തരത്തിലും കോക്കോ. അപ്പൊ രണ്ടിടത്തും കോക്കോ കണ്ടാൽ പിന്നെ ഒന്നും ചിന്തിക്കാല്ല, ഉറപ്പായിട്ട് ഉത്തരം കിട്ടും. കൊക്കോസ് ന്യൂസിഫറ. മറക്കരുത് കേട്ടാ. റെഡി. അടുത്ത എന്താടാ? മാങ്ങ. മാങ്ങ സിമ്പിളാ. മാംഗോ എന്നാണ് മാങ്ങക്ക് ഇംഗ്ലീഷ് വിളിക്കാറുള്ളത്. അപ്പൊ മാംഗോ വെച്ച് തുടങ്ങുന്ന വാക്കുണ്ടോ നോക്കുക. മാങ്ങയുടെ സയന്റിഫിക് നെയിം എന്താ? മാഞ്ചിഫറ. മാങ്ങയുടേത് മാഞ്ചിഫറ. മാങ്ങ മാഞ്ചിഫറ. മാങ്ങ മാഞ്ചിഫറ. മാങ്ങ മാഞ്ചിഫറ. മാഞ്ചിഫറ ഇന്ദിക്ക. അതായത് ഇന്ത്യയിലാണ് മാങ്ങ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ മാങ്ങയുടെ സയന്റിഫിക് നെയിം എന്ത് കൊടുത്തത്? മാഞ്ചിഫറ ഇന്ദിക്ക. മാങ്ങ മാഞ്ചിഫറ. മാഞ്ചിഫറ മാങ്ങ. മാറിപ്പോയത് കേട്ടാ. റെഡി. അടുത്ത ആരാണ്? പൂച്ച. പൂച്ച നല്ലൊരു ഡൊമസ്റ്റിക് ആനിമലാണ്, വീട്ടിൽ വളർത്തുന്ന ആളാ. അതുകൊണ്ട് പൂച്ചയുടെ പേര് ഫെലിസ് ഡൊമസ്റ്റിക്കാൻസ്. ഫെലിസ് ഡൊമസ്റ്റിക്കാൻസ്. നല്ലൊരു വീട്ടിൽ സാധാരണ വളർത്തുന്ന ആളാണ് ആര്? വീട്ടിൽ ഡൊമസ്റ്റിക്ക, ഇണക്കി വളർത്തുന്ന ആളുകളാണ്. അപ്പോൾ ഫെലിസ് ഡൊമസ്റ്റിക്കാൻസ്. അടുത്തത് ആരാണ്? നമ്മുടെ കാക്ക. കാക്കയുടെ സയന്റിഫിക് നെയിം കണ്ടെത്താൻ നല്ല സുഖ. കാക്കയുടെ ഇംഗ്ലീഷിലെ പേര് ക്രോ എന്നാണ്.
ആ ക്രോ വെച്ചിട്ടുള്ള എന്തോ ഒരു വാക്ക് ഇവിടെ ഉണ്ടാവും. കോർവസ് സ്പ്ലെൻഡസ്. സ്പ്ലെൻഡർ ബൈക്കൊക്കെ ഉണ്ട്. നിങ്ങൾ എങ്ങനെയൊക്കെ ചിന്തിച്ച് ഉത്തരം കിട്ടിയാൽ മതി കേട്ടോ. ക്രോ എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുക കാക്കയെ, കോർവസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോയുടെ സയൻറ്റിഫിക് നെയിം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ കാക്ക ക്രോ ആണ്. അപ്പോൾ ഓപ്ഷൻ അങ്ങ് നോക്കുമ്പോൾ കോർവസ് കണ്ടാൽ നമുക്ക് ഏകദേശം ധാരണ കിട്ടും. ക്രോ കോർവസ് ബന്ധമുണ്ട്, ഇവരായിരിക്കാം. ഇവർ തന്നെയാണ് ചിന്തിക്കേണ്ടത്. എന്താണ്? കോർവസ് സ്പ്ലെൻഡസ്. എന്താ പേര്? കോർവസ് സ്പ്ലെൻഡസ്. റെഡി. അടുത്ത ആരാടാ? നമ്മുടെ ചെമ്പരത്തിയാണ്, ഹിബിസ്കസ്. ചെമ്പരത്തിയിലെ നല്ല സിമ്പിളാണ്. ചെമ്പരത്തിയുടെ ഇംഗ്ലീഷിലെ പേരെന്താ? ഹിബിസ്കസ്. അപ്പോൾ സയൻറ്റിഫിക് നെയിമിൽ എന്തുണ്ടായിരിക്കും? ഓപ്ഷനിൽ ഹിബിസ്കസ് എന്ന് തുടങ്ങുന്ന വാക്കുണ്ടോ? എന്നാൽ പിന്നെ അവനാണ് എന്ത് സയൻറ്റിഫിക് നെയിം? നോക്കിയാലോ, ഹിബിസ്കസ് റോസ സൈനസിസ്. എന്താണ്? ഹിബിസ്കസ് റോസ സൈനസിസ് എന്നാണ് ചെമ്പരത്തിയുടെ സയൻറ്റിഫിക് നെയിം അഥവാ ശാസ്ത്രീയ നാമം. വളരെ സിമ്പിളായിട്ട് കണ്ടെത്തിയൂടെ. ഇംഗ്ലീഷിലെ പേരെന്താ? ഹിബിസ്കസ്. ഉത്തരത്തിൽ എന്തുണ്ടായിരിക്കും? ഹിബിസ്കസ് ഉണ്ടായിരിക്കും. സിമ്പിൾ. എന്താണ് മാഷ അല്ലേ മക്കളെ? നോക്കുക. അടുത്ത എന്താ? നമ്മുടെ നെല്ലാണ്. നെല്ലിനെ നമ്മൾ സാധാരണ വിളിക്കൽ ഒറൈസ സറ്റൈവ എന്നാണ്. സർ ഇതിന് കോഡ് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ എന്തോർത്ത് വെക്കാം? റൈസ് ഇല്ലേ? റൈസ് 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 ഒറൈസ റൈസ് റൈസ് അങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ റൈസാണ്, അരിയാണ്, നെല്ലാണ്, റൈസ് കിട്ടും അല്ലേ? ഞം റൈസ് ഉണ്ടായിരിക്കും. ഒറൈസ റൈസ് റൈസ് കേട്ടോ. ഒറൈസ സറ്റൈവ. അടുത്തത് ആരാടാ? നമ്മുടെ സിംഹം, കടുവ. ഒരുമിച്ച് പഠിക്കാം അല്ലേ? സിംഹം പാന്തറ ലിയോ. നമ്മൾ സാധാരണ മെസ്സിയെ പറയലുണ്ട് സിംഹമാണ് ഇല്ലേ? ലിയോ, ലയണൽ മെസ്സി ലിയോ. പാന്തറ ലിയോ ആണ് സിംഹം. പിന്നെ കടുവൻ്റെ ഇംഗ്ലീഷിലെ പേരെന്താ? ടൈഗർ അല്ലേ? ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. ഓപ്ഷനിൽ കുറേ കൊടുത്തിണു. ടൈഗറിനെ സയൻറ്റിഫിക് നെയിം കണ്ടെത്താൻ പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സാധനം തന്നാൽ നമുക്ക് എന്തായാലും കിട്ടൂലേ? പാന്തറ ടൈഗ്രിസ്. അപ്പോൾ ലയൺ ആണെങ്കിൽ ലിയോ എന്നുണ്ടായിരിക്കും, ടൈഗർ ആണെങ്കിൽ ടൈഗ്രിസ് ഉണ്ടായിരിക്കും. ഓർത്ത് വെക്കാം, മെസ്സി എന്താണ്? ലയൺ ആകുന്നു അല്ലേ? മെസ്സി പവർഫുൾ. സിംഹം പാന്തറ ലിയോ. അടുത്ത എന്താ? പാന്തറ ടൈഗ്രിസ്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് നോക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻസ് പറഞ്ഞു. NMMSൽ 1 മാർക്ക് ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും വൃത്തിക്ക് പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, സെറ്റാക്കാം. ഓൾ ദി ബെസ്റ്റ്.